അവരുടെ പ്രധാന ജോലി എന്താണെന്നറിയോ? രാജാവിന്റെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തലാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുറച്ചകലെയുള്ള വലിയ കുന്നിൻ മുകളിൽ നിന്ന് വലിയ പാറ വഴി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വന്നു വീണു. ആ വാർത്ത നാട്ടിലാകെ അറിഞ്ഞു. പക്ഷെ അതാരും തന്നെ അത് നീക്കാനേ ശ്രമിച്ചില്ല. അതിലൂടെ വലിയ വലിയ ധനികന്മാരും കൊട്ടാരത്തിലെ മറ്റു ജോലിക്കാരും ഒക്കെ പോയി. ആരും അദ്ദേഹത്തെ സഹായിച്ചതേയില്ല. എങ്കിലും അദ്ദേഹം നീക്കാൻ ശ്രമിച്ചു. രാജാവ് തന്റെ ഭടന്മാരെ പറഞ്ഞയച്ച് അത് നീക്കാൻ കഴിയുമെങ്കിലും അദ്ദേഹം അത് ചെയ്തതേയില്ല. രാജാവ് വേഷം മാറി പാറ വീണ സ്ഥലത്ത് ഒരു മറവിൽ ഒളിച്ചു നിന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വീക്ഷിച്ചു. അതിലൂടെ വലിയ വലിയ ധനികന്മാരും കൊട്ടാരത്തിലെ മറ്റു ജോലിക്കാരും ഒക്കെ പോയി. കുറച്ചു സമയത്തിന് ശേഷം തലയിൽ വലിയ പച്ചക്കറി ചുമടുമായി ഒരു കൃഷിക്കാരൻ വന്നിരുന്നു. അവിടെ വഴി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വലിയ പാറ വീണു കിടക്കുന്ന കണ്ട അദ്ദേഹം തലയിലുള്ള പച്ചക്കറി ചുമട് താഴെ വെച്ച് അത് നീക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് നീങ്ങുന്നതേയില്ല. അതിലൂടെ കുറെ ജനങ്ങൾ പോയി. ആരും അദ്ദേഹത്തെ സഹായിച്ചതേയില്ല. എങ്കിലും അദ്ദേഹം നീക്കാൻ ശ്രമിച്ചു. ഒരുപാട് നേരത്തെ പ്രയത്നത്തിന്റെ ഫലമായി അത് കുറച്ചരികിലേക്ക് നീങ്ങി. അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം പച്ചക്കറി ചുമട് വെച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് ആ പാറ വീണ സ്ഥലത്ത് ഒരു പണിക്കിരി. അദ്ദേഹം അതെടുത്ത് തുറന്നു നോക്കി. അതിലൊരെഴുത്തുണ്ടായിരുന്നു. അത് രാജാവിന്റെ എഴുത്ത. ഈ പാറ നീക്കിയവർക്കുള്ള സമ്മാനമാണ്. അദ്ദേഹം പ്രതിഫലം ആഗ്രഹിക്കാതെ ചെയ്ത ജോലി അതുകൊണ്ട് അതെടുക്കാൻ മടി തോന്നി. എങ്കിലും രാജാവിന്റെ സമ്മാനമല്ലേ. അദ്ദേഹം സ്വീകരിച്ച് പച്ചക്കറി ചുമട് വെച്ച് വീട്ടിലേക്ക് യാത്രയായി. ഇതെല്ലാം മറവിൽ ഒളിച്ചു നിന്ന് രാജാവ് കാണുന്നുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞതേയില്ല. അസ്സലാമു അലൈക്കും.